ഹലോ ഗായ്സ്, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ലോകകപ്പ് അവസാനിച്ചിരിക്കുകയാണ്. 16 വർഷത്തെ കാത്തിരിപ്പ് അങ്ങനെ സ്പെയിൻ അവസാനിച്ചു. ലോക സിംഹാസനത്തിലേക്ക് അങ്ങനെ വീണ്ടും സ്പെയിൻ 2010 ദക്ഷിണാഫ്രിക്കയിൽ നേടിയ ലോകകപ്പ് നേടിയതിനു ശേഷം അങ്ങനെ 2026 അമേരിക്കയിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയത്തിൽ അങ്ങനെ സ്പെയിൻ കപ്പ് ഉയർത്തി. അങ്ങനെ നമ്മുടെ മെസ്സിയും കൂട്ടരും സങ്കടത്തോടെ നിരാശയോടെ അങ്ങനെ സ്റ്റേഡിയം വിട്ട് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ ഈ ലോകകപ്പ് അങ്ങനെ എന്താ പറയുക, വളരെ 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 വളരെയധികം നിമിഷങ്ങൾ സമ്മാനിച്ച് അങ്ങനെ അർജന്റീന എക്സ്ട്രാ ടൈമിലൂടെ ഒരു ഗോളിന് വീഴ്ത്തി. അങ്ങനെ വീണ്ടും നമ്മുടെ സ്പെയിൻ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഒരു വിജയമായിരുന്നില്ല, ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു. യൂറോ കിരീടത്തിന് ശേഷം പിന്നാലെ ലോകകപ്പ് സ്വന്തമാക്കി. അങ്ങനെ ലോക ഫുട്ബോളിലെ രാജാക്കന്മാർ തങ്ങളാണ് എന്ന് ഒരിക്കൽ കൂടി അത് സ്പെയിൻ തെളിയിച്ചുകൊണ്ട് അങ്ങനെ സ്പെയിൻ അങ്ങനെ ലോകകപ്പിൽ മുത്തമിട്ടു. മറുവശത്ത് അർജന്റീന സങ്കടം നിറഞ്ഞ ഒരു മറക്കാനാവാത്ത ഒരു വേദന തന്നെയാണ്. തുടർച്ചയായ രണ്ടാം ലോകകപ്പ് കിരീടം, അങ്ങനെ തുടർച്ചയായ രണ്ടാം ലോകകപ്പ് കിരീടം സ്വന്തമാക്കാൻ വേണ്ടി വന്ന അർജന്റീനയ്ക്ക് അവസാന നിമിഷം തെറ്റിപ്പോയി. അവർ കളി മറന്നു. അവരെ മെസ്സിയെയും കൂട്ടരെയും എന്താ പറയണേ, പൂട്ടി എന്ന് തന്നെ പറയാം. അങ്ങനെ സ്പെയിൻ വലിയ സ്പെയിൻ്റെ പ്രതിരോധ മതിലിൽ തകർന്നു വീഴുകയാണ് അർജന്റീന ഉണ്ടായത്. അങ്ങനെ 120 മിനിറ്റ് നീണ്ട ഫൈനൽ പോരാട്ടത്തിൽ അർജന്റീനയ്ക്ക് ഒരു ടാർജറ്റ് ഷോട്ട് പോലും എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ള വളരെ സങ്കടം നിറഞ്ഞ ഒരു കളി തന്നെയായിരുന്നു. അവസാന നിമിഷത്തിൽ ചുവപ്പ് കാർഡ് നേടി. അത് അവരുടെ ടീമിന് ഭയങ്കര പ്രഹരമായി. അതോടുകൂടി സ്പെയിൻ അറ്റാക്ക് കൂട്ടി. അതോടുകൂടി അവർക്കൊരു ഗോൾ അടിച്ചു. നമ്മുടെ ഫെറൻ ടെറസിൻ്റെ ഏക ഗോളാണ് ഈ സ്പെയിനെ അർജന്റീനയിൽ നിന്ന് വ്യത്യസ്തമാക്കിയത്. അതെ, ഒരു ഗോളിന് അവർ വിജയം നേടി. എന്തായിരുന്നു ഈ വേൾഡ് കപ്പിലെ ഫൈനലിലെ നിർണായക നിമിഷങ്ങൾ? എങ്ങനെയാണ് സ്പെയിൻ കളി മൊത്തം നിയന്ത്രിച്ചത്? എന്തുകൊണ്ടാണ് മെസ്സിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്? അർജന്റീനയ്ക്കൊന്നും ചെയ്യാൻ പറ്റാതിരുന്നത്? ഈ ലോകകപ്പ് ഫൈനലിലെ എല്ലാ സംഭവ വികാസങ്ങളും കൂടി നമുക്ക് വിശദമായി പരിശോധിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഫസ്റ്റ് ഹാഫ് മുഴങ്ങിയ മുതൽ തന്നെ നമ്മുടെ ഒരു ഇഞ്ച് വിട്ടുകൊടുക്കാത്ത നമ്മുടെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും നമ്മുടെ യൂറോപ്യൻ ചാമ്പ്യന്മാരായി വന്നിരിക്കുന്ന സ്പെയിനും തമ്മിലാണ് പോരാട്ടം. ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാത്ത രീതിയിൽ തന്നെയാണ് കളി തുടങ്ങിയത്. പക്ഷേ മാക്സിമം തുടക്കം മുതൽ തന്നെ ആദ്യ മിനിറ്റുകൾ പന്ത് കൈവശം നൽകാൻ നമ്മുടെ സ്പെയിൻ ശ്രമിച്ചു. സ്പെയിൻ്റെ റോട്രിയുടെ നേതൃത്വത്തിൽ, നമ്മുടെ മധ്യനിര നിയന്ത്രിക്കുന്ന റോട്രിയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു സ്പെയിൻ അത് കൈയടക്കി എന്ന് തന്നെ പറയാം. ചെറിയ പാസുകളിലൂടെ അർജന്റീന പ്രതിരോധത്തെ തുടർച്ചയായി പരിശോധിച്ചുകൊണ്ടിരുന്നു. അതുമാത്രമല്ല, നമ്മുടെ സ്പെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പെയിൻ ഇതുവരെ ഒരു ഗോളാണ് വഴങ്ങിയിട്ടുള്ളൂ. അതായത് ഈ വേൾഡ് കപ്പിൽ ഒരു ഗോളാണ് അവരുടെ ഗോൾ മുഖത്തേക്ക് അടിച്ചു കയറ്റിയിട്ടുള്ളത്. അത് ബെൽജിയം അല്ലാതെ ഇതുവരെ ഒരു ഗോളും വഴങ്ങിയിട്ടില്ല. അപ്പം അതിനും മാത്രം പ്രതിരോധമുള്ള ടീം തന്നെയായിരുന്നു സ്പെയിൻ. അത് അവർ നന്നായി തന്നെ വിനിയോഗിച്ചു. അർജന്റീനയെ പൂട്ടേണ്ട പോലെ തന്നെ പൂട്ടി എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫ് കൂടുതലും ഫസ്റ്റ് ഹാഫ് മെസ്സിയെ കേന്ദ്രീകരിച്ചായിരുന്നു അർജന്റീനയുടെ ഓരോ ഗോൾ അറ്റാക്കും. അതുതന്നെ അവർ മെസ്സിയെ നിയന്ത്രിച്ചതോടുകൂടി തന്നെ അത് ഏകദേശം ഒരു പരിങ്ങിൽ തന്നെയായിരുന്നു. കാരണം സ്പെയിൻ താരങ്ങൾ പൂട്ടി എന്ന് പറയാം. കാരണം മെസ്സിയുടെ പന്ത് എത്തുമ്പോഴേക്കും, മെസ്സി ഒരു മുന്നേറ്റം നടത്തുമ്പോഴേക്കും അവനെ ചുറ്റും പറ്റും സ്പാനിഷ് താരങ്ങൾ വളഞ്ഞു മുറുകി. അതുകൊണ്ട് അർജന്റീനയ്ക്ക് അധികം മുന്നേറ്റം നടത്താൻ സാധിക്കില്ല. ഒരു നിമിഷം പോലും സ്വതന്ത്രനായി വിടാൻ പുള്ളീനെ അനുവദിച്ചില്ല എന്ന് തന്നെ പറയാം. അതോടുകൂടി അർജന്റീന ആക്രമണ നിര മൂർച്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് പറയാം. അതേസമയം അപ്പുറയാണെങ്കിൽ യമാൽ, ഓസർ ജബാൽ, നമ്മുടെ വില്യംസ് എന്നിവ തുടർച്ചയായി അവസരങ്ങൾ സൃഷ്ടിച്ച അർജന്റീന പ്രതിരോധത്തെ മാക്സിമം പരീക്ഷിച്ചുകൊണ്ടിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ ഭാഗ്യം ഉണ്ടായിരുന്നില്ല എന്നത് മാത്രമാണ് അവർ ഗോൾ അടിക്കാതിരുന്നത് എന്നാണ് ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നിയത്. കാരണം അർജന്റീനയുടെ ഗോൾ കീപ്പർ എന്താ പറയുക, പുള്ളീനെ പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളി എല്ലാ ആപൽഘട്ടങ്ങളിലും രക്ഷകനായി വരുന്നവൻ തന്നെയായിരുന്നു നമ്മുടെ അർജന്റീന ഗോൾ കീപ്പർ. അത് ഈ മത്സരത്തിൽ ഫൈനലിലും ആവർത്തിച്ചു എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഹാഫിൽ നിരവധി സേവുകളാണ് പുള്ളി നടത്തിയത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ വെറും സ്കോർ ബോർഡിൽ ഒന്നും ഉണ്ടായില്ല, 0-0 തന്നെയായിരുന്നു. അങ്ങനെ കളിയുടെ നിയന്ത്രണം മുഴുവൻ സ്പെയിൻ്റെ കയ്യിലായിരുന്നുവെങ്കിലും നമ്മുടെ അർജന്റീനയ്ക്ക് ഒരു കൗണ്ടർ അറ്റാക്ക് പോലും ഫലപ്രദമായി നടത്താൻ സാധിച്ചില്ല എന്നുള്ളത് കളിയെ ഭയങ്കര നിരാശനാക്കി. തുടക്കം തന്നെ ഗോളടിക്കുമെന്ന് തന്നെയാണ്, സ്പെയിൻ ഗോളടിച്ച് കയറുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അർജന്റീന എന്തോ ഭാഗ്യം കൊണ്ടാക്കിയായിരിക്കാം അവർക്ക് സ്പെയിൻ്റെ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. കാരണം അവസരങ്ങൾ കിട്ടിയാൽ അത് ഗോളാക്കാനുള്ള ശേഷി അവർക്കില്ല പലപ്പോഴും. അത് ഈ മത്സരത്തിൽ അവർ ആവർത്തിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിച്ചു 0-0 തന്നെയാണ്. അങ്ങനെ രണ്ടുപേരും നിരാശയോടെ തന്നെയാണ് രണ്ട് ടീമുകളും ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയത്. അങ്ങനെ സെക്കൻഡ് ഹാഫ് വിസൽ മുഴങ്ങിയപ്പോൾ നമ്മൾ ഓർത്തു അർജന്റീന തിരിച്ച് അറ്റാക്ക് തുടങ്ങും, നല്ല വരുമെന്ന്. പക്ഷേ ഒന്നും ഉണ്ടായില്ല. ഫസ്റ്റ് ഹാഫിനെ പോലെ തന്നെയായിരുന്നു സ്പെയിൻ്റെ കയ്യിലായിരുന്നു കളിയുടെ പൂർണ്ണമായ നിയന്ത്രണം. സ്പെയിൻ നല്ല രീതിയിൽ തന്നെ അർജന്റീന പ്രതിരോധത്തെ
പരീക്ഷിച്ചുകൊണ്ടിരുന്നു. കാരണം മാക്സിമം അവർ അടിച്ചു കയറ്റാൻ ശ്രമിച്ചു. പക്ഷേ അർജന്റീനയ്ക്കാണെങ്കിൽ എന്താ പറയുക, ഒരു ഷോട്ട് പോലും നമ്മുടെ ഗോൾ പോസ്റ്റിലേക്ക് അടിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് ഭയങ്കര സങ്കടം നിറഞ്ഞ സംഭവം തന്നെയായിരുന്നു. അവർ കളി മറന്നതാണോ അവരെ കളി പൂട്ടിയതാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ സ്വയം ചിന്തിക്കുക. കാരണം അമ്മാതിരി കളിയായിരുന്നു സ്പെയിൻ കളിച്ച്. സ്പെയിൻ കളിച്ചു, സ്പെയിൻ ജയിച്ചു എന്നുള്ള രീതി തന്നെയായിരുന്നു. അവർ നല്ല കളി തന്നെയാണ് സ്പെയിൻ കളിച്ചത്. ഒരു വശത്ത് നമ്മുടെ മെസ്സി ടീമിനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കും തോറും സ്പെയിൻ താരങ്ങൾ അദ്ദേഹത്തെ ചുറ്റിയും അദ്ദേഹത്തിനെ മാർക്ക് ചെയ്തും, നമ്മുടെ കഴിഞ്ഞ മത്സരത്തിൽ ഫ്രാൻസിലെ എംബാപ്പയെ മാർക്ക് ചെയ്ത പോലെ തന്നെ അവർ ഈ മത്സരത്തിൽ മെസ്സിയെ മാർക്ക് ചെയ്തു. അതിനുള്ള ഗുണം അവർക്ക് കിട്ടുകയും ചെയ്തു. അവർ ഒരു തരത്തിലും നമ്മുടെ അർജന്റീനയെ ഗോൾ പോസ്റ്റിലേക്ക്, അതായത് സ്പെയിൻ്റെ ഗോൾ മുഖത്തേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ സ്പെയിൻ താരങ്ങൾ എന്താ പറയണ, വളരെ പ്രതിരോധ മതിൽ എന്ന് പറയും, ഇരുമ്പ് മതിൽ എന്നൊക്കെ പറയും പോലെ ഒരു മതിൽ തന്നെയാണ് അർജന്റീനയുടെ മുന്നിൽ പൂട്ടിയത്. അങ്ങനെ അവസാന മിനിറ്റുകൾ നീങ്ങുമ്പോഴും അർജന്റീനയ്ക്ക് സമ്മർദ്ദം മേടിക്കൊണ്ടുവന്ന സ്പെയിൻ, നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച് കഴിഞ്ഞ എല്ലാ മത്സരത്തിലും 85 മിനിറ്റ് കഴിയുമ്പോഴാണല്ലോ നമ്മുടെ അർജന്റീന കളി ആരംഭിക്കുന്നത്. അതും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എന്താ സ്പെയിൻ്റെ ആക്രമണം ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നു. അർജന്റീന എല്ലാം എല്ലാവരും കൂടുതൽ പ്രതിരോധത്തിലേക്ക് വലിഞ്ഞു എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ആ നിമിഷം ഉണ്ടാകുന്നത്. അവസാന നിമിഷം 90 മിനിറ്റിൻ്റെ ഇഞ്ചുറി ടൈമിലാണ് നമ്മുടെ സ്പെയിൻ്റെ മുന്നേറ്റം, സ്പെയിൻ ഗോളാക്കുന്ന സംഭവം തന്നെയായിരുന്നു. സ്പെയിൻ്റെ മുന്നേറ്റം തടയാൻ നമ്മുടെ ഫെർണാണ്ടസ് നടത്തിയ ഫൗളിൽ അങ്ങനെ റഫറി നേരിട്ട് വന്ന് റെഡ് കാർഡ് വിളിച്ചു. അതോടുകൂടി ശരിക്കും പറഞ്ഞാൽ വ്യക്തമായൊരു ഗോൾ നിഷേധം തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അതിന് തന്നെ നമ്മുടെ ചുവപ്പ് കാർഡ് കിട്ടിയത്. അതോടെ അർജന്റീന 10 പേരായി ചുരുങ്ങി. അതോടുകൂടി നമ്മുടെ സ്പെയിൻ ആക്രമണം തുടങ്ങി എന്ന് തന്നെ പറയാം. അങ്ങനെ ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് അവസാനിച്ചു. അങ്ങനെ സെക്കൻഡ് ഹാഫിന് എക്സ്ട്രാ ടൈം അനുവദിച്ചു. എക്സ്ട്രാ ടൈമിലായപ്പോഴും സ്പെയിൻ ആക്രമണത്തിൻ്റെ എന്താ പറയണേ, 10 പേരായി ചുരുങ്ങിയ നമ്മുടെ അർജന്റീനയെ തലങ്ങും വിലങ്ങും ആക്രമിക്കുകയായിരുന്നു. അർജന്റീന പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് വലിഞ്ഞൊരു അവസ്ഥ തന്നെയായിരുന്നു. അങ്ങനെ ഒരാളുടെ അധികം ഉള്ളതിൻ്റെ അത് ശരിക്കും സ്പെയിൻ വിനിയോഗിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ തുടർച്ചയായ ആക്രമണങ്ങൾക്കൊടുവിൽ അത് സംഭവിച്ചു. അങ്ങനെ 106-ാം മിനിറ്റ് നമ്മുടെ ഫെറൻ ടോറസ് ബോക്സിനുള്ളിൽ കിട്ടിയ നല്ലൊരു അവസരം ഗോളാക്കി മാറ്റി. അങ്ങനെ കറക്റ്റ് വലയിലെത്തിച്ചു. ഒരൊറ്റ ഗോൾ, ആ ഗോൾ തന്നെയായിരുന്നു നമ്മുടെ ലോകകപ്പ് ഫൈനലിൻ്റെ വിധി എഴുതിയത് എന്ന് പറയാം. കാരണം ആ ഗോൾ ടോറസ് നേടിയ ഗോൾ, ആ ഗോളിലാണ് 1-0 സ്പെയിൻ മുന്നിലെത്തി. അങ്ങനെ 106-ാം മിനിറ്റിൽ കളി എക്സ്ട്രാ ടൈമിലേക്ക് തീർന്ന 106-ാം മിനിറ്റിൽ നമ്മുടെ സ്പെയിൻ ഗോൾ അടിച്ചു. ബാക്കിത്തെ 14 മിനിറ്റ് അർജന്റീന മാക്സിമം 10 പേരായിട്ട് പൊരുതാൻ തിരിച്ചു വരാൻ പരമാവധി ശ്രമിച്ചെങ്കിലും നമ്മുടെ ഒരു മതിൽ, അതായത് സ്പെയിൻ്റെ ഒരു മതിൽ അവിടെ ഉണ്ട്. ഇരുമ്പ് മതിൽ പോലത്തെ ഒരു സ്പെയിൻ്റെ മതിൽ അവിടെ ഉണ്ട്. ആ മതിൽ അവരെല്ലാത്തിനും ഒരു അവസരം പോലും അനുവദിക്കാതെ അർജന്റീനയെ തടഞ്ഞു നിർത്തി. അങ്ങനെ റഫറി അവസാന വിസിൽ, അതായത് 120-ാമത്തെ വിസിൽ മുഴങ്ങിയപ്പോൾ 16 വർഷത്തെ ലോകകപ്പിൻ്റെ കാത്തിരിപ്പിന് വിരാമമിട്ട് അങ്ങനെ സ്പെയിൻ ലോക ഫുട്ബോളിൻ്റെ രാജാക്കന്മാരായി ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ 2026 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അങ്ങനെ തിരശ്ശീല വീഴുകയാണ്. നമ്മുടെ ഈ ലോകം പുതിയ ചാമ്പ്യനെ കണ്ടെത്തിയിരിക്കുന്നു. തുടർച്ചയായി അർജന്റീന തന്നെ വരുമോ എന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നതാണ്. പക്ഷേ എന്താ ചെയ്യുക, നമ്മുടെ പുതിയ താരം, നമ്മുടെ അർജന്റീന, നമ്മുടെ സ്പെയിൻ, നമ്മുടെ യമാൽ, നമ്മുടെ യുവത്വം നിറഞ്ഞ പന്ത് കൈവശം വെച്ച് കളിക്കുന്ന, അതായത് ഈ ഫുട്ബോളിൽ ആകെ ഒരു ഗോൾ മാത്രം വഴങ്ങി എല്ലാ ടീമുകളെ ഞെട്ടിച്ച് അർഹിച്ച വിജയം തന്നെ അവർ കപ്പ് നേടി. അവർ അങ്ങനെ സ്വന്തമാക്കി. യൂറോ കിരീടത്തിന് ശേഷം വലിയൊരു കപ്പ്, അതായത് വേൾഡ് കപ്പ് എന്നുള്ള കപ്പ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൽ നിന്ന് അവർ ഏറ്റുവാങ്ങി. അങ്ങനെ എന്താ പറയുക, വളരെ 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 സങ്കടവും സന്തോഷവുമുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. കാരണം അർജന്റീന കളിക്കാതെയാണ് എന്നാണ് എനിക്ക് തോന്നി. കാരണം അർജന്റീന ഒരു ഷോട്ട് പോലും അടിക്കാതെ ഒരു കളി അവസാനിപ്പിച്ച ഒരു കളിയായി തോന്നി. ഭയങ്കര സങ്കടം തോന്നി. കാരണം ഒരു ഗോളെങ്കിലും, അല്ലെങ്കിൽ എന്താ പറയുക, അവരൊരു നല്ലൊരു മത്സരം കാഴ്ചവെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ കളി കാണാൻ പറയാം. സ്പെയിൻ നന്നായി കളിച്ചു. സെമി ഫൈനൽ നന്നായിട്ട് കളിച്ചു. ഫ്രാൻസിനെ അമ്മാതിരി പൂട്ടി സ്പെയിൻ ജയിച്ചു. 2-0 അന്ന് ജയിച്ചത്. കാരണം എന്താ പറയുക, ക്വാർട്ടറിലാണെങ്കിൽ ബെൽജിയം അടിച്ച ഒരു ഗോൾ മാത്രമാണ് അവരുടെ ഗോൾ മുഖത്തേക്ക് വഴങ്ങിയത്. അവരുടെ എല്ലാ താരങ്ങളും, അതായത് ഒരു ടീമായിട്ട് അവർ പ്രവർത്തിച്ചു. അതിൻ്റെ ഫലം അവർക്ക് കിട്ടി. അവർ ഓരോ താരങ്ങളും മാർക്ക് ചെയ്ത് തന്നെ ആ പൂട്ടിൽ അവർ വിജയിച്ചു. അങ്ങനെ നമ്മുടെ വേൾഡ് കപ്പ് സ്പെയിൻ സ്വന്തമാക്കി. അങ്ങനെ സ്പെയിൻ ജയിച്ച് വെറും ഭാഗ്യം കൊണ്ട് മാത്രമല്ല, മികച്ച ടാക്സിക്കും പന്തിൻ്റെ നിയന്ത്രണവും അച്ചടക്കമുള്ള പ്രതിരോധവും എല്ലാം കൊണ്ടാണ് സമ്പൂർണ്ണമായൊരു നിയന്ത്രണം തന്നെയാണ്, അസാമാന്യ പ്രകടനം തന്നെയായിരുന്നു അങ്ങനെ ഈ വിജയം നേടിയത്. അങ്ങനെ ഈ വേൾഡ് കപ്പിൽ പുതിയ ചാമ്പ്യന്മാരായി നമ്മുടെ സ്പെയിൻ ഉയർത്തുന്നൊരു നമ്മുടെ എംബാപ്പയ്ക്കാട്ടോ നമ്മുടെ ഗോൾഡൻ ബൂട്ട് കിട്ടിയത്. അതും അർജന്റീനയ്ക്ക് നഷ്ടപ്പെട്ടു. മെസ്സി അങ്ങനെ 2ാമത്തെ വേൾഡ് കപ്പ് സ്വപ്നമായി വന്ന അർജന്റീന നാട്ടിലേക്ക് അയച്ചു. സ്പെയിൻ അങ്ങനെ വേൾഡ് കപ്പ് ലോക ചാമ്പ്യന്മാരായി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയുമായി പിന്നെ കാണാം. ഓക്കെ, ബൈ.